മനസ്സിലുള്ള ആൾ തന്നെയാണോ ഒന്നാം സ്ഥാനം നേടിയത്? എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ജാസ്മിൻ തന്നെ കപ്പെടുക്കണമെന്നായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാറുണ്ടായിരുന്നു വോട്ടിംഗ് സ്റ്റേറ്റസ് വെച്ച് നോക്കുന്ന സമയത്ത് പുറത്ത് സപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ജിൻഡോ ചേട്ടനാണ് കപ്പെടുക്കാൻ സാധ്യത കൂടുതലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രേക്ഷകർക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് പ്രേക്ഷകർക്ക് എങ്ങനെയാണ് തെറ്റും? നമ്മൾ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് എന്താ പറയുക, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് ലക്ക് കൊണ്ട് ടോപ്പ് 5 എത്തിയവരുണ്ടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കളിക്കുന്നവർ ഒരുപാട് പേര് പുറത്ത് പോയിട്ടുണ്ട്. ലക്ക് തന്നെയാണ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ ഇവിടെ നിൽക്കണമെങ്കിൽ. കാരണം നമ്മളെത്ര നന്നായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാലും നമ്മളെങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഓഡിയൻസിന് നമ്മളോടുള്ളൊരു പെർസെപ്ഷൻ. അപ്പോൾ ആ സാധനം ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ജാസ്മിൻ തേർഡായിപ്പോയല്ലോ, അപ്പം അതിൽ വിഷമമുണ്ടോ? ഇല്ല, എനിക്ക് വിഷമമില്ല. ഞാൻ ജാസ്മിനോട് അകത്ത് കയറിയ സമയത്താണെങ്കിലും എനിക്ക് പ്രയോറിറ്റി ജാസ്മിൻ കപ്പ് എടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രയോറിറ്റി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പോയ ഒരു സ്റ്റേറ്റിൽ കൂടെ ജാസ്മിൻ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എന്നെക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു കയറിയത്. അവിടെ നിൽക്കുമ്പോഴും എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഇൻറ്റൻഷൻ, എൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഐ ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് എ സ്ട്രോങ്. കാരണം മനക്കരുത്തില്ലാതെ അതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ വീടിൻ്റെ അകത്ത് അവളുടെ അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. എന്നാലും കുറച്ചൊക്കെ അനുഭവിച്ചിറങ്ങി കഴിയുമ്പോൾ ആ ഒരു എൻവയൺമെൻറ്റിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതിനേക്കാളും ഭീകരമായിട്ടുള്ള എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി മനുഷ്യനല്ലേ, തളർന്നു പോകും. ഈ ജാസ്മിനോട് പറഞ്ഞിരുന്നോ ഇത്തരത്തിലുള്ളൊരു എക്കോസിസ്റ്റത്തിലേക്കാണ് ജാസ്മിൻ ഇനി പോകാൻ പോകുന്നത്? ഞാൻ ജാസ്മിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടിരിക്കണം, എല്ലാത്തിനെയും നേരിടുന്നത് എങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ഐഡിയയാണ് ഞാൻ കൊടുത്തത്. കാരണം എത്ര സന്തോഷം വന്നാലും എത്ര പുകഴ്ത്തി പറയാൻ ആൾക്കാരുണ്ടെങ്കിലും ഗ്രൗണ്ടഡായിട്ട് നിൽക്കണം. എത്ര ആൾക്കാരെ അടിച്ച് താഴ്ത്തിട്ടാലും എത്ര തളർത്തി കളയാൻ ആൾക്കാരുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഇത് കാണുന്ന പ്രേക്ഷകരോടും ഓൺലൈൻ മീഡിയനോടും എല്ലാവരോടും ഉള്ളൊരു റിക്വസ്റ്റാണ്. മാക്സിമം ജാസ്മിനെ പുഷ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന മെൻ്റൽ സ്റ്റേറ്റ് എന്താണ്. അതിപ്പോൾ ടോപ്പ് 5 ഇപ്പോൾ ഋഷിനോടാണെങ്കിലും അഭിഷേകിനോടാണെങ്കിലും ജിൻഡോച്ചനോട് അർജുനോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരതിൻ്റെ അകത്ത് 100 ദിവസം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സീസണിൽ അവർ അനുഭവിച്ചിട്ടുള്ളൊരു പ്രഷർ മനസ്സിലാവും. ജാസ്മിന് മാത്രമല്ല, ആരെയും മാക്സിമം ഒന്ന് അവരോട് ഇത്തിരി സ്നേഹത്തോടെയും പരിഗണനയോടെയും കൺസിഡറേഷനോടും സംസാരിക്കുക. കാരണം ആ പ്രഷറിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കഴിഞ്ഞു, ഷോ കഴിഞ്ഞു. ആക്ച്വലി ബേസിക്കലി 100 ദിവസം കഴിഞ്ഞു. ഇനിയും പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റീനെ അത് ബാധിക്കും. എല്ലാവരും മെൻ്റൽ ഹെൽത്ത് നമ്മൾ കുറച്ചൊക്കെ കൺസിഡർ ചെയ്യണം. അവരെ നമ്മൾ സ്നേഹത്തോടെ കാണണം. കാരണം നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക കോംപ്ലിമെൻറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് പ്ലീസ് ഗോ ഈസി ഓൺ ഹെർ ആൻഡ് എവറിബഡി എൽസ്. ഈ ഗെയിം കഴിഞ്ഞല്ലോ, ഈ ലവ് ട്രാക്കൊക്കെ ബേസിക്കലി ഗെയിമിൻ്റെ ഭാഗം തന്നെയായിരുന്നു ജാസ്മിനായിട്ട്? ലവ് ട്രാക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും ഗെയിമിൻ്റെ അകത്ത് എൻ്റെ വായ കൊണ്ട് ഞാൻ ലവ് ട്രാക്ക് ആണെന്നോ അതൊരു ട്രാക്കാണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർ തോന്നുന്ന കാര്യം പറയുന്നു. നമ്മൾ അത് തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് എനിക്കും അവളെന്താ ചെയ്തതെന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഓരോരുത്തരും എന്താ ചെയ്തിട്ടുള്ളതെന്ന് അവർക്കാണ് അറിയുള്ളൂ. പുറത്തുള്ള ആളുകൾക്ക് അത് കണ്ടുള്ള ശീലം, അല്ലെങ്കിൽ ഈ പറയുന്ന 24 മണിക്കൂറിന് 1 മണിക്കൂറിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ളവർക്കുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്, അതിൽ വ്യത്യാസം വരും. അത് ഇപ്പോൾ പറയാറായിട്ടില്ല. ഈ ചോദ്യം തന്നെ എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം പ്രണയമല്ല എന്നുള്ളത് പലതവണ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമോഷൻസ് തോന്നിയിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇമോഷൻസ് തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാരണങ്ങളും എല്ലാ കാരണങ്ങളും ഇതിലേക്ക് പോകണ്ട നമുക്ക്. അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഗുണം ചെയ്യും, എനിക്കത് ഗുണത്തെക്കാളേറെ എൻ്റെ ജീവിതത്തിന് അത് ബാധിക്കുക ചെയ്തത്. ഞാൻ ഇതിൻ്റെ പേരിൽ നാളെ ഇൻ്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറേ തെറി കേൾക്കാനും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് മാക്സിമം ലെറ്റ്സ് ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ദോസ് ക്വസ്റ്റ്യൻസ്.